മസ്ജിദ് എന്ന് അവർ വിളിക്കുന്ന കെട്ടിടത്തിന്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് പുരാതനമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ചുവരാണ്. അവിടെയാണ് ഈ ശൃംഗാര ഗൗരി ഈ ക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ താന്ത്രിക വിധിയിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല ഭാരതത്തിൽ മറ്റുള്ളിടത്തും. കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിലും പടിഞ്ഞാറേ നടയിൽ പാർവതി ഉണ്ടെന്നാണ്. അപ്പം ഘനദ്വാരമാണെങ്കിൽ, അതായത് നമ്മൾ തുറക്കാത്ത വാതിലുമുണ്ട്, തുറക്കുന്ന വാതിലുമുണ്ട്. ഈ തുറക്കാത്ത വാതിൽ കല്ലുകൊണ്ട് ഉണ്ടാക്കുന്നതിനാണ് ഘനദ്വാരം എന്ന് പറയുന്നത്. പക്ഷെ പല പ്രമുഖ ശിവക്ഷേത്രങ്ങളിലും പാർവതിയുടെ നട തുറക്കുന്നതാണ്. ഇപ്പൊ ചെങ്ങന്നൂരൊക്കെ തുറക്കുന്നതാണ്. അപ്പൊ എല്ലാ ശിവക്ഷേത്രങ്ങളിലും പടിഞ്ഞാറേ നടയിൽ പാർവതി ഉണ്ടെന്നാണ്. അല്ലാതെ ഇപ്പൊ ഈ പറയുന്ന പോലെ ചിലരൊക്കെ പറയുന്ന പോലെ അവിടെ കൊണ്ടുപോയി പാർവതിയെ RSSകാർ വെച്ചു എന്നൊക്കെ ചിലർ പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെയൊന്നുമല്ല. അവിടെ ഇത് അതൊരു തെളിവ് കൂടിയാണ്. അപ്പൊ അവിടെ ചെന്ന് നോക്കിയാൽ നമുക്കറിയാം അതിപുരാതനമായ ശിലാനിർമ്മിതിയാണ് ഈ പറയുന്ന ജ്ഞാനവാപി മസ്ജിദിന്റെ ഒരു പിന്നിൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ അവിടെ ഈ ശിവക്ഷേത്രങ്ങളുടെ എല്ലാ സങ്കല്പങ്ങളിൽ ഉള്ള ഒന്നാണ് നന്ദികേശ്വരന്റെ പ്രതിഷ്ഠ. കേരളത്തിലാണെങ്കിൽ അതെവിടെ നമസ്കാര മണ്ഡപം, അതായത് ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള, ശ്രീകോവിലിന്റെ മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിലാണ് ശിവന്റെ വാഹനമായ നന്ദികേശ്വരൻ കിടക്കുക. ആ നന്ദികേശ്വരൻ ശിവലിംഗത്തെ അല്ലെങ്കിൽ വിഗ്രഹത്തെ നോക്കിയാണ് കിടക്കുക. ഇവിടെ കാശിയിലുള്ള ഇപ്പോൾ ഈ ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ 1880 ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. അത് സത്യത്തില് മറാത്തൻ റാണിയായ റാണി അഹല്യാഭായ് ഹോൾക്കർ നിർമ്മിച്ചതാണ്. അതിനുവേണ്ട സ്വർണം, കിൻഡൽ കണക്കിന് സ്വർണം കൊടുത്തത് പഞ്ചാബിലെ സിഖ് രാഷ്ട്രം രഞ്ജിത് സിംഗ്, മഹാരാജ രഞ്ജിത് സിംഗ് ആണ് ഇന്ന് കാണുന്ന ആ ഹിന്ദു ക്ഷേത്രത്തിന്റെ താഴികക്കുടം പൊതിഞ്ഞിരിക്കുന്ന സ്വർണം കൊടുത്തത്. അപ്പം അനേകം രാജാക്കന്മാർ ഈ ക്ഷേത്രം വിമോചിപ്പിക്കാൻ വേണ്ടി പോരാടി. ഇതൊരു ജ്യോതിർലിംഗമായതുകൊണ്ട് അതിനുള്ളിൽ കടന്ന് ആരാധിക്കാനുള്ള അവസരം കിട്ടാത്തത് കൊണ്ട് ആ മതിലിനോട് ചേർത്ത് തന്നെ ഒരു ക്ഷേത്രം പണിതു. അവിടെയാണ് ഇപ്പൊ ആരാധന നടക്കുന്നത്. പക്ഷെ ഭക്തജനങ്ങള് 1992 വരെ, ഇപ്പൊ നമുക്കറിയാം, എന്ന വാർത്തകളൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞു. ചിലര് ഇപ്പൊ ഇവിടെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന ആ പള്ളിയും കൂടെ ഹിന്ദുക്കൾ കയ്യേറിയെന്നാണ്. അങ്ങനെയല്ല. ഇപ്പൊ 92 വരെ അതിനുള്ളിൽ കിടന്ന ഈ ശൃംഗാര ഗൗരിക്ക് പൂജ നടത്താനുള്ള അവകാശം ഉണ്ടായിരുന്നു ഭക്തജനങ്ങൾക്ക്. അയോധ്യയിലെ കർസേവയോടനുബന്ധിച്ച് മുലായം സിംഗ് ആണ് അവിടെ നിരോധനം ഏർപ്പെടുത്തി. ആ നിരോധനമാണ് ഇപ്പോൾ കോടതി എടുത്ത് മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ASI അവിടെ നടത്തിയ ഉത്ഖനനത്തില് നമ്മൾ കണ്ടു ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത. ഇപ്പൊ എന്താണെങ്കിലും കോടതി ഇതെല്ലാം പരസ്യപ്പെടുത്താൻ തീരുമാനിച്ചതോടെ ഇതൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. അതിബൃഹത്തായ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് പൊന്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കണക്കിന് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. ഹിന്ദുക്കൾക്കൊന്നും അല്ലല്ലോ പറയുന്നത്. 3 ക്ഷേത്രങ്ങൾ, മുസ്ലിങ്ങൾക്ക് കാബ പോലെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ജെറുസലേം പോലെ പവിത്രമായ ഹിന്ദുക്കൾ കരുതുന്ന 3 ക്ഷേത്രങ്ങൾ. ആ 3 ക്ഷേത്രങ്ങൾ എന്തുകൊണ്ട് തകർത്തു? ആ 3 ക്ഷേത്രങ്ങളെ മേലെ എന്തുകൊണ്ട് ആ ക്ഷേത്രാവശിഷ്ടങ്ങൾ കൊണ്ട് തന്നെ മസ്ജിദ് പണിതു? അതൊരു സൈക്കോളജിക്കൽ വാർഫെയറിന്റെ ഭാഗമാണ്. എല്ലാ കാലത്തും മാനസികമായി ഞങ്ങൾ നിങ്ങളുടെ മേലെ മേൽക്കൈ നേടിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. ഇന്ന് ഹിന്ദു സമൂഹം ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അവരവരുടെ പൈതൃകം വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. വിശാലമനസ്കരായ മുസ്ലിങ്ങൾ ധാരാളം ഉണ്ടായി. നമുക്കറിയാം, അയോധ്യയൊക്കെ വളരെ നേരത്തെ തന്നെ ഒത്തുതീർന്ന് പോകേണ്ട കേസാണ്. അതെങ്ങനെയാണ് അതിനെ അട്ടിമറിച്ചത്? അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അതിലെ ചരിത്ര ബുദ്ധിജീവികൾക്ക്, ഇർഫാൻ ഹബീബിനെ പോലെയുള്ളവർക്കുള്ള പങ്കെന്തായിരുന്നു എന്നൊക്കെ KK മുഹമ്മദിനെ പോലെയുള്ള ആർക്കിയോളജിസ്റ്റുകളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പൊ ഈ കാശിയുടെ ചരിത്രം അയോധ്യ പോലെ തന്നെയുള്ള ഒരു ചരിത്രമാണ്. 100-200 കിലോമീറ്ററിന്റെ അന്തരമേ ഉള്ളൂ. ഇത് അവസാനം തകർത്ത് ഔറംഗസേബാണ്. ഔറംഗസേബ് തകർത്തു. ഒരിക്കലും അവിടെ ക്ഷേത്രം പുനർനിർമ്മിക്കരുത് എന്നും പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് വലിയ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ജമ്മു കാശ്മീരിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ് നാരായണ ഭട്ട പണ്ഡിതർ എന്ന് പറയുന്ന ഒരാളായിരുന്നു അവിടെ പൂജ ചെയ്തിരുന്നത്. അദ്ദേഹം ഔറംഗസേബിനെ നേരിട്ട് കണ്ടിട്ട് ഈ പ്രകൃതി ദുരന്തത്തിനൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ കാശിയിൽ പൂജ നടത്തണം എന്ന് പറഞ്ഞ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ, അതായത് ഈ പറയുന്ന സ്ഥലത്തെ ജ്ഞാനവാപിയിൽ പൂജ നടത്താനുള്ള അനുമതി കൊടുത്തിരുന്നു നാരായണ ഭട്ട പണ്ഡിതർക്ക്. പിന്നീട് നമുക്കറിയാം, ഇതൊക്കെ ഈ 47 ശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഈ ജനതയുടെ സാംസ്കാരിക സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. ഇന്ന് നമ്മൾ ആ സാംസ്കാരിക സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ കാശിയിൽ നടക്കുന്നത്. ഇതിപ്പോ ഒരു സംഘടനയും അതിന്റെ പിന്നിലില്ല, ജനങ്ങൾ തന്നെ മുൻകൈയിട്ട് അറിയിക്കുകയാണ്. അപ്പോ ആ പ്രവർത്തനം നടക്കുന്നു. ഇപ്പൊ അതിന്റെ സത്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഇനിയും ഒരു മസ്ജിദ് എന്ന് വിളിക്കാതെ വിശാലമനസ്കരായ മുസ്ലിം സമൂഹം, അതിന്റെ നേതൃത്വം, മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിച്ചതിന്റെ ഉദാഹരണമാണ് അയോധ്യയിൽ കണ്ടത്. അതിന്റെ നേതൃത്വം ഈ തെറ്റ് തിരുത്തുവാനുള്ള അവസരം കാശിയും മധുരയും ഹിന്ദുക്കൾക്ക് സമനോഭാവത്തോടുകൂടി വിട്ടുകൊടുത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കുകയും രാജ്യ പുരോഗതിക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്.